ഹായ് കൂട്ടുകാരെ, ഇന്ന് 11 മണി തൊട്ട് ഒരു 2:30-3 മണി വരെ വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു വിവരണമാണ്. ഞാൻ അവിയലിന് മലക്കറി വേവിക്കുന്നത് അത് ചോറ്റും കലത്തിൻ്റെ പുറത്ത് വെച്ചാണ്. അതാകുമ്പോൾ ചോറും വെന്ത് കിട്ടും, പച്ചക്കറി. ഇവിടെ മലക്കറി എന്നാണ് പറയുന്നത്. കൊല്ലത്ത്, മലപ്പുറത്തൊക്കെയാണ് പച്ചക്കറി എന്ന് പറയുന്നത്. എൻ്റെ ഇക്കാടെ വീട് മലപ്പുറത്താണ്. അവിയൽ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ, പിന്നെ തേങ്ങ, വെളുത്തുള്ളി, നല്ല ജീരകം ഇട്ട് ചതച്ച്, പിന്നെ എണ്ണയ്ക്കകത്ത് കടുകും പൊട്ടിച്ച്, ഉള്ളി, കരിവേപ്പില, 2 വറ്റൽമുളകെല്ലാം ഇട്ട് താളിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് അവിയൽ. പിന്നെ ചിലർ നല്ലോണം ഉടച്ചെടുക്കും മലക്കറി. ഇക്കാക്ക് അധികം ഉടയ്ക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് കഷ്ണമായിട്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അവിയലിൻ്റെ അരപ്പെടുക്കുമ്പോൾ ഞാൻ ശകലം തൈരും കൂടെ ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അത് ടേസ്റ്റ് കിട്ടുമെന്ന് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് കറിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ പഴംകറി ഉണ്ടായിരുന്നു, തേങ്ങാക്കറി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ എനിക്ക് വേറൊരു സംഭവം കൂടെ കിട്ടി. അത് ഞാൻ കാണിക്കാം. വെന്ത അവിയലിൻ്റെ മുകളിൽ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കും. അവിയൽ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ മീൻ പൊരിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, അത് ഇന്നലെ പൊരിക്കാൻ ബാക്കി വെച്ച മീനിൽ നിന്ന് 5-6 അധികം വന്ന് എന്നെടുത്ത് വെച്ച് പൊരിച്ചത്. ഇന്ന് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഈ ചീരയാണ് ഇന്ന് എനിക്ക് കറിക്കായി കിട്ടിയ സാധനം. അത് അപ്പുറത്തെ വീട്ടിലെ താത്ത എന്നതാണ്. അവർ ഇതേ കണക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരും. അപ്പോൾ അതിന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അത് മലപ്പുറം സ്റ്റൈലാണ്. കൊല്ലക്കാരങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്ത് സാധാ ചെയ്യുന്ന പോലെ ഉള്ളി, മുളക് അരിഞ്ഞ് വറക്കുകളിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇതിനെല്ലാം ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരി 2 മീനുമായിട്ട് വരുന്നത്. വലിയ ചെമ്പക്കൂര. അവൾ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ടിരിക്കുന്ന അവളെ സംസാരവും അവൾ പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടു നോക്കാം. അവൾ കൊണ്ടുവന്ന ചമ്പൻകൂര ഇന്ന് എടുക്കേണ്ടെന്ന് കരുതി. അത് നാളത്തേക്ക് എടുക്കാമെന്ന് വെച്ച് എടുത്ത് മാറ്റി വെച്ച്. അത് മീനിന് ഭയങ്കര വിലയല്ലേ. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് തീർക്കുന്നില്ല. 2-3 ഉണ്ട്, കുഴപ്പമില്ല, നാളത്തേക്കായി. നമുക്കിന്ന് ചീരത്താളിപ്പും അവിയലും പൊരിച്ച മീനിലും എടുക്കാം. പിന്നെ അച്ചാറും ഉണ്ടല്ലോ, അത് മതി ധാരാളം. CC ക്യാമറ പോലെ ഇത് മുകളിൽ ഇരുന്നത് കൊണ്ട് ആരും കണ്ടതുമില്ല, കേട്ടതുമില്ല. അവർ പറയുന്ന ശബ്ദമൊക്കെ ഇതിലുണ്ട്. അവർക്ക് വിഷമാവുമെന്ന് അറിയാൻ വയ്യ. എന്നാലും ഇത് ഞാനിന്ന് അവൾ കൊണ്ടുവന്ന മീൻ കാണിക്കുന്നുണ്ട്. ഇതാണ് അവൾ കൊണ്ടു തന്ന മീൻ. അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. കഴുകിയിട്ട് ഒരു കവറിലാക്കി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ കിടന്ന് വെള്ളം ഉണ്ടാക്കി. അങ്ങനെ ഒരു തല വെട്ടി അവനക്ക് ഇട്ട് കൊടുത്തു.
ഉള്ളിയൊക്കെ മൂത്ത് വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതേ നടക്കത്തുള്ളൂ. ഇവിടെ അടുത്തടുത്ത് വീടായതുകൊണ്ട് അവരെ വീട്ടിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒക്കെ കൊണ്ടുതരും. അതേപോലെ തന്നെ അന്ന് കിട്ടിയ അലോവേരയാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്കിവിടെ സാധനങ്ങളൊക്കെ കിട്ടൽ കുറവാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ടും കൊടുക്കും, അവരിങ്ങോട്ടും തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. എല്ലാവരും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് പട്ടിണി കിടക്കേണ്ട ആവശ്യം വരത്തില്ല. ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലേ. അങ്ങനെ എനിക്ക് വെറും മലക്കറിയുടെ കാശ് മാത്രമേ ആയുള്ളൂ, 30 രൂപ. പിന്നെ തേങ്ങയും മതിയും. ബാക്കിയൊക്കെ ഇതേ കണക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതുകൊണ്ട് തട്ടിയും കുട്ടിയൊക്കെ കഴിക്കും. എന്തായാലും ഞാൻ ലൈവ് ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ കാണുക. അപ്പോൾ കുറച്ച് വാച്ച് ടൈം കൂടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കരുത്. എനിക്കറിയാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന്. കാരണം കുറേ നേരം കൊണ്ട് ഒരു ചരിവും പുള്ളിയും മുളകും അല്ലേ കാണുന്നുള്ളൂ. പക്ഷെ സത്യത്തിൽ അല്ലാതെ അടുക്കളയിൽ ജോലി കിടക്കുന്നുണ്ട്. പക്ഷെ വെക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് മുകളിൽ അടുപ്പിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഉരുളിയും ഉള്ളിയും ഇങ്ങനെ കാണുന്നത്. ഇത് കാണുമ്പോഴേ ഈ ഉള്ളി മുളകൊക്കെ താളിച്ച് വരാൻ ഇത്രയും സമയം പിടിക്കുമെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഇങ്ങനെ തോന്നാറില്ല. ഈ വീഡിയോ എടുത്തപ്പോഴാണ് അതറിയുന്നത്. ഇപ്പോൾ ഇത് ഒരുവിധം ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞോളം ഒഴിക്കാം. കഞ്ഞോളം ഒഴിക്കുമ്പോൾ ചോറ്റിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അധികം ഉപ്പിടണ്ട. അഥവാ ഉപ്പിടാതെ ചോറ് വേവിക്കുന്നവരാണെങ്കിൽ കുറച്ച് അധികം ഇടണം. മലപ്പുറത്ത് ഉപ്പിടാതെയാണ് ചോറ് വേവിക്കുന്നത്, അതുകൊണ്ട് അവിടെ അതിനനുസരിച്ച് ഉപ്പിടണം. കൊല്ലത്ത് പിന്നെ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത്, അപ്പോൾ അവർ കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. അത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര, ഇല 2 or 3 കഷ്ണമാക്കിയാൽ മതി. അതെടുത്തിട്ട് ഈ ചീര നല്ലോണം നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുത്ത് നമുക്ക് ചീരക്കറി റെഡി. ഈ ആഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. മലപ്പുറത്ത് വെക്കുമ്പോൾ ഇത് എപ്പോഴും ചെയ്യുമായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ മുരിങ്ങ ഇല, മത്തങ്ങ ഇല, കാന്താരി മുളകിൻ്റെ ഇലയൊക്കെ ഇട്ട് കണക്ക് താളിപ്പം. അടുത്തത് ഇനി കലിപ്പനുമായിട്ട് ഒരു ആശുപത്രി പോക്കാണ്. കലിപ്പൻ്റെ കാലാരോ അടിച്ചു വെച്ചു. ഓട്ടത്തിന് പോയതായിരുന്നു. ഇതിനു മുന്നേ അവന് പേര് വെച്ചപ്പോൾ ആശുപത്രിക്ക് പോയിട്ട് അതുകൊണ്ടാണ് അവർ ഈ എനിക്ക് അവർ അടങ്ങിയിരുന്നില്ല. ഇതാണ് ഫേവലിയുടെ പോയി. പണികളെല്ലാം കുറവ്. ഉച്ച സമയമായതുകൊണ്ടാണ് ആ വീഡിയോ കാണാനും നല്ല തോന്നി. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു വീഡിയോ എടുത്തു. അവിടെ നിന്ന് എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇഷ്ടമാണ്. അഭിപ്രായം കൊല്ലത്തുണ്ടായിട്ട് ഈ പാലം ഞാൻ അറിയാനാണ് കാണുന്നത്. അങ്ങനെ കലപ്പിനെയും കൊണ്ട് ആശുപത്രി വന്നപ്പോൾ അവൻ ചാടി നിൽക്കുന്നു. ഒരു പൊടി ഒതുങ്ങുന്നില്ല. അത് കഴിഞ്ഞ് ആശുപത്രി കയറിയപ്പോൾ എൻ്റെ കൈയൊക്കെ മാന്തി തന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മരുന്നൊന്നും വെച്ചില്ല. പിന്നെ വീട്ടിൽ വന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ ചക്ക ഒരു കഷ്ണം കൊണ്ട് തന്നു. അപ്പോൾ ആ ചക്ക വെള്ളം കയറിയത് കൊണ്ടാവും, അധികം രുചിയൊന്നുമില്ല. ഇനി അത് വേറെ എന്തെങ്കിലും ആക്കണം. അങ്ങനെ കഴിക്കുന്നു. എല്ലാവരും ചോറ്